രാവിലെ 6 മണിയോടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങാനായിരുന്നു ആർമി NDRF സംയുക്ത യോഗത്തിലെ തീരുമാനം. ഗംഗാവലി പുഴയ്ക്ക് മീതെ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയും കാറ്റും പദ്ധതിയുടെ താളം തെറ്റിച്ചു. 7:20ഓടെ NDRF സംഘം അപകടസ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ ഇടവിട്ട് ശക്തമായ മഴ. മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള ആർമി സംഘം സംഭവസ്ഥലത്തേക്ക്. മണ്ണിനു മേലെയുള്ള വലിയ പാറകൾ നീക്കാൻ ഡ്രില്ലിംഗ് ആരംഭിച്ചു. റേഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രതീക്ഷ. മണ്ണ് നീക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചപോലെ റഡാർ വരും എന്നാണ് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വന്ന ശേഷം ഇത് എവിടെയുണ്ടെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. ഈ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി ഏതറ്റവും പോകാൻ തയ്യാറാണ്. ഉച്ചയോടെ കരയിലെ മൺകൂനയ്ക്കടിയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരണം. നാവികസേനയുടെ കൂടുതൽ സംഘം ഗംഗാവലി പുഴയിലേക്ക്. 2 കിലോമീറ്ററോളം ദൂരം പഴുതടച്ച പരിശോധന. ഇതിനിടെ മണ്ണിനടിയിൽ അകപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി പുഴയിൽ പൊങ്ങി. നദിക്കരയിലെ മണ്ണ് മൂടിയ വയൽ പ്രദേശത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീണ്ടും പ്രതീക്ഷ. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മലയാളി സംഘത്തെ കർണാടക പോലീസ് തടഞ്ഞു. രഞ്ജിത്ത് ഇസ്രയേലിന് പോലീസ് മർദ്ദനം. തുടർന്ന് മലയാളി സംഘത്തിലെ 25 പേർക്ക് തെരച്ചിലിന് അനുമതി നൽകി ഉത്തരകന്നഡ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പുഴയോരത്ത് മണ്ണ് നീക്കുന്നതിനിടെ രക്ഷാപ്രവർത്തന സംഘത്തെ പ്രതിരോധത്തിലാക്കി വീണ്ടും ശക്തമായ മഴ. അപകടം നടക്കുന്നതിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയെന്ന് ISRO അറിയിച്ചു. പുഴയിൽ തെരച്ചിൽ തുടരാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. ടീം 24 ഷിരൂർ.